പുതിയ 7 സീറ്റർ മോഡലുകൾ ഇന്ത്യയിൽ അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് മാരുതി സുസുക്കി, ടൊയോട്ട, കിയ, സ്കോഡ, ഫോക്സ് വാഗൺ, MG എന്നിവ ഉൾപ്പെടെയുള്ള വാഹന നിർമ്മാതാക്കൾ. വിശാലവും ഫാമിലി ഫ്രണ്ട്ലി ആയതുമായ ഓപ്ഷനുകൾക്കായുള്ള വർദ്ധിച്ചുവരുന്ന ഡിമാൻഡ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വാഹനങ്ങൾ വിപണിയിലേക്ക് വരാൻ ഒരുങ്ങുന്നത്. വർദ്ധിച്ചുവരുന്ന മത്സരാധിഷ്ഠിത വിഭാഗത്തിൽ ഉപഭോക്താക്കൾക്ക് വൈവിധ്യമാർന്ന ചോയ്സുകൾ ഒരുക്കിയാണ് ഈ മോഡലുകൾ എത്തുക. MG ഗ്ലോസ്റ്റർ ഫേസ് ലിഫ്റ്റ്. പ്രീമിയം ഫീൽ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഡിസൈൻ മെച്ചപ്പെടുത്തലുകളും ഇന്റീരിയർ അപ്ഗ്രേഡുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് MG ഗ്ലോസ്റ്റർ ലോഞ്ചിന് തയ്യാറെടുക്കുന്നത്. നിലവിലുള്ള എഞ്ചിൻ, പവർ ട്രെയിൻ ഓപ്ഷനുകൾ നിലനിർത്താനാണ് സാധ്യത. അതേസമയം കൂടുതൽ മോഡേൺ ലുക്ക് നൽകുന്നതിന് വേണ്ടി ഫേസ് ലിഫ്റ്റ് കോസ്മെറ്റിക് അപ്ഡേറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അടുത്തത് 7 സീറ്റർ ഗ്രാൻഡ് വിറ്റാരയും ഹൈറൈഡറുമാണ്. ടൊയോട്ട അർബൻ ക്രൂയിസർ ഹൈറൈഡറിന്റെയും മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാരയുടെയും 7 സീറ്റർ പതിപ്പുകൾ 2025 ആദ്യ പകുതിയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്ഗ്രേഡ് ചെയ്ത ഫീച്ചർ സെറ്റിനൊപ്പം ഈ പുതുക്കിയ മോഡലുകൾ അവയുടെ ഇന്റീരിയർ, എക്സ്റ്റീരിയർ ഡിസൈനുകളിലും പരിഷ്കാരങ്ങൾ കൊണ്ടുവരും. പുതിയ വേരിയന്റുകൾ വാങ്ങുന്നവരുടെ വിശാലമായ ശ്രേണിയെ ആകർഷിക്കാനും കുടുംബങ്ങൾക്കും മെച്ചപ്പെട്ട വൈദഗ്ധ്യം തേടുന്നവർക്കും വേണ്ടിയാണ് മൂന്നാം നിര ഇരിപ്പിടങ്ങൾ ഉൾപ്പെടുത്തുന്നതിലൂടെ പുതിയ വകഭേദങ്ങൾ ലക്ഷ്യമിടുന്നത്. കിയ കാരൻസ് ഫേസ് ലിഫ്റ്റും കാരൻസ് EVയും. പുതുക്കിയ സ്റ്റൈലിംഗും ഇന്റീരിയർ മെച്ചപ്പെടുത്തലുകളുമായി 2025 മധ്യത്തോടെയുള്ള ഒരു അപ്ഡേറ്റിനായി തയ്യാറായിരിക്കുകയാണ് കിയ കാരൻസ്. നിലവിലെ പവർ ട്രെയിൻ, ട്രാൻസ്മിഷൻ ഓപ്ഷനുകൾ മാറ്റമില്ലാതെ തുടരും എന്നാണ് കരുതുന്നത്. ദക്ഷിണ കൊറിയൻ ഓട്ടോ ഭീമൻ കാരൻസിന്റെ ഒരു ഓൾ ഇലക്ട്രിക് പതിപ്പ് വികസിപ്പിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് കാരൻസിന്റെ EV ലൈനപ്പ് വിപുലീകരിക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ 2025 അവസാനമോ 2026 തുടക്കത്തിലോ ആയിരിക്കും ഈ മോഡൽ എത്തുക. ന്യൂജൻ സ്കോഡ കോഡിയാക്. 2025 അരങ്ങേറ്റം കുറിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന രണ്ടാം തലമുറ സ്കോഡ കോഡിയാക് ഇന്ത്യയിൽ പരീക്ഷണത്തിന് വിധേയമായത് നിരവധി തവണ കണ്ടതാണ്. ഈ പുതിയ ആവർത്തനം അതിന്റെ എക്സ്റ്റീരിയർ സ്റ്റൈലിംഗിലും ഇന്റീരിയർ പരിഷ്കരണത്തിലും കൂടുതൽ സങ്കീർണവും വിപുലവുമായ ഫീച്ചർ സെറ്റിനൊപ്പം ഗണ്യമായ മെച്ചപ്പെടുത്തലുകളും നൽകുന്നു. വലിയ അളവുകളുള്ള ഒരു പരിഷ്കരിച്ച പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു മോഡൽ നിർമ്മിച്ചിരിക്കുന്നത്. നിലവിലുള്ള പവർ ട്രെയിൻ ലൈനപ്പ് നിലനിർത്തിക്കൊണ്ട് നിലവിലെ പതിപ്പിനേക്കാൾ ഗണ്യമായ മുന്നേറ്റമാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. ഫോക്സ് വാഗൺ ടൈറോൺ. ഏറ്റവും പുതിയ ടിഗ്വാനിന് ഒരു വലിയ ബദലായി യൂറോപ്യൻ വിപണിയിൽ എത്തിയിരിക്കുകയാണ് ചൈനയിൽ ആദ്യം അരങ്ങേറിയ ടൈറോൺ. ഈ 3 വരി SUV അതിന്റെ പ്ലാറ്റ്ഫോമും നിരവധി സവിശേഷതകളും വരാനിരിക്കുന്ന സ്കോഡ കോഡിയാക്കുമായി പങ്കിടുന്നു. അടുത്ത വർഷം ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന് കിംവദന്തികൾ പ്രചരിക്കുന്ന ടൈറോൺ ഫോക്സ് വാഗണിന്റെ ആഭ്യന്തര SUV ശ്രേണിയുടെ മുകളിലായിരിക്കും സ്ഥാനം പിടിക്കുക.